മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് 1/2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പാല് റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. 1/2 കപ്പ് മാങ്ങയുടെ പ്യൂരി കൂടെ ചേർത്ത് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദക്ക് പകരം ഗോതമ്പ് പൊടി ഉപയോഗിച്ചും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ലോ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരല്പം കട്ടിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ലെമൺ ജ്യൂസ് ബേക്കിംഗ് സോഡയായിട്ട് ആക്ടിവേറ്റ് ആയിട്ട് വരുമ്പോൾ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്ററി ഈ ഒരു രീതിക്കാണ് വേണ്ടത്. ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അടുപ്പിലൊന്നും വെച്ചിട്ടില്ല. ഉണ്ണിയപ്പച്ചട്ടി ആദ്യം ഒന്ന് എണ്ണ നല്ലപോലെ തന്നെ തടവി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കേക്കിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/4 ഭാഗത്തോളം വരുന്ന രീതിക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങിയൊക്കെ വരും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ച് കൊടുക്കാം. മൂടിക്ക് ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരത്തേക്കാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ല പാകത്തിന് തന്നെ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലൊരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് കുത്തി നോക്കുക. പാകത്തിന് വന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കൂടുതൽ സമയം ഈ ഒരു പാത്രത്തിൽ വെക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ ഹാർഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള മാങ്ങയുടെ ഫ്ലേവറിലുള്ള നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇങ്ങനെ തയ്യാറാക്കിയെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ടിന്നിൽ മുഴുവനായിട്ട് ഒഴിച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുക. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഇഷ്ടമാവും. വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. മുട്ടയൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിലാണ് ഇത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.